Spoken English ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള 80 വാക്യങ്ങളാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വാക്കുകളല്ല, വാക്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ സീരീസ് നമ്മൾ ചെയ്താണ്. അപ്പോഴേ പുറകിലുള്ള ചാപ്റ്ററിൽ പോയാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. 1000 ലൈക്കാണ്. അതല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു വാക്യമെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക. നമുക്ക് ശ്രദ്ധിക്കാം. പുറത്തുനിന്ന് ഒരു ഒച്ച കേട്ടോ. ഹാവ് യു ഹേർഡ് എ നോയ്സ് ഔട്ട്സൈഡ്? Have you heard a noise outside? Have you heard a noise outside? കഴിഞ്ഞ രാത്രി ഒട്ടും ഉറങ്ങിയില്ല എന്ന് തന്നെ പറയാം. I hardly slept last night. I hardly slept last night. I hardly slept last night. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? Which grade are you in? Which grade are you in? Which grade are you in? അപ്പോൾ നമ്മൾ വിച്ച് ക്ലാസ് എന്നൊന്നും അല്ല ചോദിക്കുന്നത്. ഇതാണ് സാധാരണ ചോദിക്കുന്നത്. എന്താണ്? വിച്ച് ഗ്രേഡ് ആർ യു ഇൻ? അങ്ങ് അല്ലെങ്കിൽ നീ പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായില്ല. I didn't understand what you said. I didn't understand what you said. I didn't understand what you said. വെയിലത്ത് പോകരുത്. Don't go out in the sun. Don't go out in the sun. Don't go out in the sun. ഇനി നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. Let's rest for a while. Let's rest for a while. Let's rest for a while. അവനെ ഞാൻ ഇന്നലെ കണ്ടുമുട്ടിയില്ല. I didn't meet him last day. I didn't meet him last day. I didn't meet him last day. നമുക്കൊന്ന് നേരിട്ട് കണ്ടാലോ? Can we meet? Can we meet? Can we meet? എന്നെ ഒന്ന് വീട്ടിലിറക്കി വിടാവോ? Can you drop me my home please? Can you drop me my home please? Can you drop me my home please? എനിക്ക് പാൽ അലർജിയാണ്. I am allergic to milk. I am allergic to milk. I am allergic to milk. നീ ആ പാട്ട് കാണാതെ പഠിച്ചോ? Have you memorized the song? നമ്മൾ ഈ കാണാതെ പഠിക്കുക എന്നുള്ളതിന് ബൈ ഹാർട്ട് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അതൊരു എന്താണ്, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷാണ്. സത്യത്തിൽ അതിന് പറയേണ്ടത് എന്താണ്? മെമ്മറൈസ് എന്നാണ് പറയേണ്ടത്. അപ്പം നമുക്ക് അങ്ങനെ ചോദിക്കാം, ഹാവ് യു മെമ്മറൈസ് ദ സോങ്? ഹാവ് യു മെമ്മറൈസ് ദ സോങ്? നിൻ്റെ വീട് എത്ര ദൂരത്താണ്? ഹൗ ഫാർ ഈസ് യുവർ ഹോം? ഹൗ ഫാർ ഈസ് യുവർ ഹോം? ഹൗ ഫാർ ഈസ് യുവർ ഹോം? ഇപ്പം നമുക്ക് ചോദിക്കണം, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്ര ദൂരമുണ്ട്? അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം, ഹൗ ഫാർ ഈസ് മൂൺ ഫ്രം എർത്ത്? How far is moon from earth? നീ തന്നെ നിൻ്റെ വസ്ത്രം കഴുകണം. You have to wash your clothes. You have to wash your clothes. You have to wash your clothes. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുക. ഞങ്ങളെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. I will call you in 5 minutes. We are having breakfast. I will call you in 5 minutes. We are having breakfast. I will call you in 5 minutes. We are having breakfast. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതുമാണ് അല്ലേ. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഐ എം ഫ്രം കേരള. ഐ എം ഫ്രം കേരള. ഇനി വേറൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലേ, ഐ എം കമ്മിങ് ഫ്രം കേരള. ഐ എം കമ്മിങ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. നമ്മൾ പഠിച്ചതാണല്ലോ ഇത്, അതല്ലേ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഞാൻ ഇന്നലെ രാത്രി താമസിച്ചാണ് കിടന്നത്. ഐ സ്ലെപ്റ്റ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഐ സ്ലെപ്റ്റ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഐ സ്ലെപ്റ്റ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. അവൻ കുറച്ച് നേരം കളിക്കട്ടെ. ലെറ്റ് ഹിം പ്ലേ ഫോർ സം ടൈം. ലെറ്റ് ഹിം പ്ലേ ഫോർ സം ടൈം. Let him play for some time. ആരാണ് എൻ്റെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത്? Who turned off my computer? Who turned off my computer? Who turned off my computer? ശ്രദ്ധിക്കുക, നമ്മൾ സ്വിച്ച് ഓഫ് എന്ന് പറയാറുണ്ട് അല്ലേ. അതിനേക്കാളും നല്ലത് ഏതാണ്? ടേൺ ഓഫ് ആണ് നല്ലത്. അതിൻ്റെ പിന്നെ വിപരീതം എന്താണ്? ടേൺ ഓൺ ആണ് അല്ലേ. സ്വിച്ച് ഓൺ എന്നുള്ളതല്ല, നിങ്ങൾ ടേൺ ഓൺ എന്ന് പറഞ്ഞ് പഠിക്കുക. ഇതെന്താണെന്ന് എനിക്കറിയില്ല. I don't know what it is. I don't know what it is. I don't know what it is. ഞാൻ നിന്നെ കാണാനായിരുന്നു വന്നത്. ഐ കെയിം ടു സീ യു. ഐ കെയിം ടു സീ യു. ഐ കെയിം ടു സീ യു. ആരോ നിന്നെ വിളിക്കുന്നുണ്ട്. സമൺ ഈസ് കോളിങ് യു. സമൺ ഈസ് കോളിങ് യു. സമൺ ഈസ് കോളിങ് യു. അവൻ തല കീഴായിട്ടാണ് കിടക്കുന്നത്. ഹീ ഈസ് ലൈയിങ് അപ്സൈഡ് ഡൗൺ. ഹീ ഈസ് ലൈയിങ് അപ്സൈഡ് ഡൗൺ. ഹീ ഈസ് ലൈയിങ് അപ്സൈഡ് ഡൗൺ. ചോറ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് ഈസ് ബീങ് പ്രിപ്പയർഡ്. റൈസ് ഈസ് ബീങ് പ്രിപ്പയർഡ്. റൈസ് ഈസ് ബീങ് പ്രിപ്പയർഡ്. ഇതെന്താണ്? ഇത് പാസീവ് വോയിസ് ആണല്ലേ. നമ്മൾ പാസീവ് വോയിസിനെ പറ്റി പഠിച്ചതാണല്ലോ. 2-3 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണുക. അവൻ കുറച്ച് ചായ എടുത്തുകൊണ്ട് വരികയാണ്. ഹീ ഈസ് ഗെറ്റിംഗ് സം ടീ. ഹീ ഈസ് ഗെറ്റിംഗ് സം ടീ. ഹീ ഈസ് ഗെറ്റിംഗ് സം ടീ. അടപ്പെടുത്ത് വെക്കുക. നമ്മൾ പാത്രത്തിൻ്റെയൊക്കെ അടപ്പില്ലേ, അടപ്പെടുത്ത് വെക്കുക. പ്ലീസ് പുട്ട് ദ ലിഡ്. പ്ലീസ് പുട്ട് ദ ലിഡ്. പ്ലീസ് പുട്ട് ദ ലിഡ്. ഇതാരാണ് ഉണ്ടാക്കിയത്? ദൈവത്തിനറിയാം. ഗോഡ് നോസ് ഹൂ മെയ്ഡ് ദിസ്. ഗോഡ് നോസ് ഹൂ മെയ്ഡ് ദിസ്.
God knows who made this. അവൻ എപ്പോഴും സമയത്തിന് മുമ്പെത്തും. He always comes in time. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം പറയാനല്ലോ, ഒരു 8 മണിക്കാണ് എത്തേണ്ടത്. അപ്പോൾ 8 മണിക്ക് എത്തേണ്ടടുത്ത് 8 മണിക്ക് കൃത്യമായിട്ട് എത്തുന്നതാണ് ഓൺ ടൈം എന്ന് പറയുന്നത്. പക്ഷേ 8 മണിക്ക് കുറച്ച് മുമ്പ്, ഉദാഹരണം പറയുന്നത് ഒരു 7:55 ആകുമ്പോൾ എത്തുകയാണെങ്കിൽ അതിന് എന്താ പറയാം, ഇൻ ടൈം എന്ന് പറയാം. അപ്പോൾ അവൻ എങ്ങനെയാണ്, അവൻ എപ്പോഴും സമയത്തിന് മുമ്പ് വരും. ഹി ഓൾവേസ് കംസ് ഇൻ ടൈം. അപ്പം ഞാനാണെങ്കിലോ ഐ ഓൾവേസ് കം എന്നാണ് പറയുന്നത് അല്ലേ. കാരണം എന്താണ്, അത് ഹീ വന്നതുകൊണ്ടാണ് കംസ് വന്നതെന്ന് നമ്മൾ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചതുമാണ് അല്ലേ. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ആർ യു ലിസണിങ് ടു മീ? ആർ യു ലിസണിങ് ടു മീ? ആർ യു ലിസണിങ് ടു മീ? അതെൻ്റെ കൈ നിൽക്കത്തില്ല. ദാറ്റ്സ് ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ്. ദാറ്റ്സ് ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ്. ദാറ്റ്സ് ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ്. എൻ്റെ വലത്ത് കൈക്കൊരു വേദനയുണ്ട്. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ റൈറ്റ് ഹാൻഡ്. ഐ ഹാവ് എ പെയിൻ ഇൻ മൈ റൈറ്റ് ഹാൻഡ്. I have a pain in my right hand. ഈ ബസ് കാഞ്ഞിരപ്പള്ളിക്ക് പോവോ? Does this bus go to കാഞ്ഞിരപ്പള്ളി? Does this bus go to കാഞ്ഞിരപ്പള്ളി? Does this bus go to കാഞ്ഞിരപ്പള്ളി? ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലാണ് ഞാൻ താമസിക്കുന്നത് അല്ലേ. നീ ജിമ്മിൽ പോവോ അല്ലെങ്കിൽ നീ ജിമ്മിൽ പോകാറുണ്ടോ? Do you go to gym? Do you go to gym? Do you go to gym? എനിക്കൊരു സിനിമ കാണാനാണ് താല്പര്യം. I prefer to watch a movie. I prefer to watch a movie. I prefer to watch a movie. അവൻ്റെ ഒരു കൂട്ടുകാരനൊരു നടനാണ്. വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഈസ് ആൻ ആക്ടർ. ഇവിടെ ശ്രദ്ധിക്കുക, വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞത്. അവൻ്റെ കൂട്ടുകാരിൽ ഒരാളാണ് അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വൺ ഓഫ് ഹിസ് ഫ്രണ്ട് അല്ല, വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആണ് വരുന്നത്. വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഈസ് ആൻ ആക്ടർ. വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഈസ് ആൻ ആക്ടർ. അപ്പോൾ ഈസ് എന്തുകൊണ്ട് വന്നു, ആറ് വരണ്ടേ അല്ലേ. പക്ഷേ വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിൽ ഒരാളെന്നാണ്. അപ്പോൾ ഒരാളാകുമ്പോൾ ഈസല്ലേ വരുന്നത് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ആ പേന ഒന്ന് തരാമോ? ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? നിനക്കിത് എന്തിനു വേണ്ടിയാണ്? വാട്ട് ഡു യു നീഡ് ഇറ്റ് ഫോർ? വാട്ട് ഡു യു നീഡ് ഇറ്റ് ഫോർ? വാട്ട് ഡു യു നീഡ് ഇറ്റ് ഫോർ? നിൻ്റെ ഐഡിയ വളരെ നല്ലതാണ്. നിനക്കൊരു ബിസിനസ് തുടങ്ങിക്കൂടെ? വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ ബിസിനസ്? യു ഹാവ് എ ബ്രില്യൻറ്റ് ഐഡിയ. Why don't you start a business? You have a brilliant idea. Why don't you start a business? You have a brilliant idea. നമ്മൾ ഇനി എന്ന് കാണും? When will we meet again? When will we meet again? When will we meet again? നീ ഏത് പട്ടണത്തിൽ നിന്നാണ് വരുന്നത്? Which city are you from? Which city are you from? Which city are you from? അവൻ എന്തിനാണ് ജോലി രാജിവെച്ചത്? Why did he quit his job? Why did he quit his job? Why did he quit his job? നീ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? Why are you thinking so? Why are you thinking so? Why are you thinking so? എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. I wish I could go there. I wish I could go there. I wish I could go there. ആ ചാർജർ എടുത്തൊന്ന് കുത്തിക്കേ. Please plug the charger please. Please plug the charger please. Please plug the charger please. ഞാൻ എന്നാ ഒരു കാര്യം പറഞ്ഞോട്ടെ. May I say something now? May I say something now? May I say something now? ഇനി അവനെ വിളിക്കരുത്. Don't call him hereafter. Don't call him hereafter. എൻ്റെ ലാപ്ടോപ്പ് ഇപ്പോൾ വർക്ക് ആകുന്നില്ല. ഇപ്പോൾ വർക്ക് ആകുന്നില്ല. നേരത്തെ വർക്ക് ആയിക്കൊണ്ടതാണ്, പക്ഷേ ഇപ്പോൾ വർക്ക് ആകുന്നില്ല. മൈ ലാപ്ടോപ്പ് ഈസ്ൻറ്റ് വർക്കിംഗ് അല്ലെങ്കിൽ ഈസ്ൻറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. മൈ ലാപ്ടോപ്പ് ഈസ്ൻറ്റ് വർക്കിംഗ്. ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് വർക്ക് ആകത്തില്ല എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാനൊരു ലാപ്ടോപ്പ് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു, പക്ഷേ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ അത് വർക്കാകുന്നേ ഇല്ല. അതായത് ആദ്യം തൊട്ട് വർക്കാകുന്നില്ല അല്ലേ. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? മൈ ലാപ്ടോപ്പ് ഡസൻറ്റ് വർക്ക്. അവിടെ ശ്രദ്ധിക്കുക, തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ വർക്കാകുന്നില്ല എന്നുള്ളതാണ്. അവിടെ മൈ ലാപ്ടോപ്പ് ഈസ്ൻറ്റ് വർക്കിംഗ്. പക്ഷേ മൈ ലാപ്ടോപ്പ് ഡസൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വർക്കാകത്തില്ല, അല്ല വായിച്ചപ്പോൾ തന്നെ വർക്കാകുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കില്ല. പ്ലീസ് ഡോണ്ട് ക്വാറൽ വിത്ത് ഈച്ച് അതർ. ഡോണ്ട് ക്വാറൽ വിത്ത് ഈച്ച് അതർ. പ്ലീസ് ഡോണ്ട് ക്വാറൽ വിത്ത് ഈച്ച് അതർ. എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അവൻ അറിയത്തില്ല. ഹി ഡസൻറ്റ് നോ ഹൗ ടു ടോക്ക്. ഹി ഡസൻറ്റ് നോ ഹൗ ടു ടോക്ക്. He doesn't know how to talk. ഞാനൊരു പന്നാണ് അല്ലെങ്കിൽ പന്ന സ്വഭാവമുള്ള ഒരാളാണെന്ന് ആരാണ് പറഞ്ഞത്? Who said I'm a bad guy? Who said I'm a bad guy? ഞാൻ ഈ ബാഗ് ഇവിടെ ഒന്ന് വെച്ചോട്ടെ. Can I keep my bag here please? Can I keep my bag here please? Can I keep my bag here please? ആ പെട്ടി തല കീഴായിട്ട് വെക്കുക. Please keep the box upside down. Please keep the box upside down. Please keep the box upside down. അതിനെപ്പറ്റി എനിക്ക് ഉറപ്പില്ല. I'm not sure about that. I'm not sure about that. I'm not sure about that. നീ ഇവിടെ എന്നാ ചെയ്തുകൊണ്ടിരിക്കണം? What are you doing here? What are you doing here? What are you doing here? അവന് ഇതുവരെ ജോലി കിട്ടിയില്ലേ? Hasn't he got a job yet? Hasn't he got a job yet? Hasn't he got a job yet? ആർക്ക് വേണമെങ്കിലും ഈ പണി ചെയ്യാം അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാം. Anybody can do this work. Anybody can do this work.
Anybody can do this work. ഏതൊക്കെ കളികളാണ് നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏതൊക്കെ കളികളാണ് നീ കളിക്കുന്നതെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Which games do you play? Which games do you play? Which games do you play? അല്ലെങ്കിൽ which games do you like എന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ പ്ലേ ആണ് സാധാരണ ചോദ്യം. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ അതിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം കഴിക്കാനായിരിക്കും അല്ലേ. അപ്പോഴെന്താ എങ്ങനെയാണ് പറയുന്നത്? I want to place an order. I want to place an order. I want to place an order. പ്രത്യേകിച്ചൊന്നുമില്ല. There is nothing special. There is nothing special. There is nothing special. പാതിരാത്രി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. I was there till midnight. I was there till midnight. I was there till midnight. നിനക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. I have something for you. I have something for you. I have something for you. അവൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. I don't know where he is. I don't know where he is. I don't know where he is. എനിക്ക് അവന് നല്ല വിശ്വാസമുണ്ട്. I have full faith in him. I have full faith in him. അവന് നല്ല മാർക്ക് കിട്ടി. He got good grades. അല്ലെങ്കിൽ he has got good grades. He got good grades. He got good grades. നീ ഏത് നിലയിലാണ് താമസിക്കുന്നത്? ഒരു ഫ്ലാറ്റ് ആണെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഏത് നിലയിലാണ് നീ താമസിക്കുന്നത്? Which floor do you stay? Which floor do you stay? Which floor do you stay? നിനക്ക് നീന്തൽ അറിയാവോ? അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? Can you swim? അല്ലെങ്കിൽ do you swim? ഇനി നമ്മൾ സാധാരണ മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, do you know how to swim? എന്നും ചോദിക്കാം അല്ലേ. പക്ഷെ അങ്ങനെ ആരും ചോദിക്കാറില്ല. സാധാരണ ഇംഗ്ലീഷുകാർ ചോദിക്കുന്നത് ക്യാൻ യു സ്വിം അല്ലെങ്കിൽ ഡു യു സ്വിം എന്നാണ് ചോദിക്കുന്നത്. അവനെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. പ്ലീസ് ടേക്ക് ഹിം ടു എ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. പ്ലീസ് ടേക്ക് ഹിം ടു എ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. പ്ലീസ് ടേക്ക് ഹിം ടു എ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദ വെദർ there? ഹൗ ഇസ് ദ വെദർ there? ഹൗ ഇസ് ദ വെദർ there? ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ദ വെദർ ഈസ് കോപ്പറേറ്റിംഗ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കോപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ പോയത് ഇപ്പോഴും മഴ പ്രതീക്ഷിച്ചാണെങ്കിൽ മഴ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ വെയിൽ പ്രതീക്ഷിച്ചാണെങ്കിൽ വെയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാണ് സാധാരണ സായിപ്പന്മാർ പറയുന്നത് ദ വെദർ ഈസ് കോപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. വെദർ ഈസ് കോപ്പറേറ്റിംഗ്. നല്ല കാലാവസ്ഥയായിരുന്നു. വാസ് ദ വെദർ കോപ്പറേറ്റിംഗ്? വാസ് ദ വെദർ കോപ്പറേറ്റിംഗ്? Was the weather cooperating? ഷർട്ട് കൊള്ളാം കേട്ടോ. യുവർ ഷർട്ട് ലുക്സ് വെരി നൈസ്. യുവർ ഷർട്ട് ലുക്സ് വെരി നൈസ്. അവൻ എന്നെ സഹായിക്കാമായിരുന്നു, പക്ഷെ സഹായിച്ചില്ല. ഹി കുഡ് ഹാവ് ഹെൽപ്പ് മീ. ഹി കുഡ് ഹാവ് ഹെൽപ്പ് മീ. ഹി കുഡ് ഹാവ് ഹെൽപ്പ് മീ. ആ കണ്ണാടി, കാറിൻ്റെ കണ്ണാടി ഒന്ന് തുടച്ച് പ്ലീസ് വൈപ്പ് ദ മിറർ, അല്ലെങ്കിൽ വൈപ്പ് ദ മിറർ പ്ലീസ്. വൈപ്പ് ദ മിറർ പ്ലീസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.